ഐ നീഡ് സ്പേസ്. അലക്സ് പ്ലീസ് സീൻ ക്രിയേറ്റ് ചെയ്യരുത്. അലീന, നീയാണ് സീൻ ക്രിയേറ്റ് ചെയ്തത്. കഴിഞ്ഞ 3 മാസമായിട്ട് നിനക്ക് എന്നെ വന്നൊന്ന് കാണാൻ, എന്തിനൊന്ന് സംസാരിക്കാൻ, അതിനു പോലും നിനക്ക് സമയമില്ല. ഫുൾ ടൈം നിന്റെ ഫോൺ ബിസിയാ. പിന്നെ നിന്റെ ആ ചാറ്റ്സ്, ഇഷാനിയുമായുള്ള നിന്റെ ചാറ്റ് ഞാൻ കണ്ടുപിടിച്ചതാണല്ലോ. അവൾ എന്റെ ഫ്രണ്ടാ. ഫ്രണ്ട്? എന്ത് ഫ്രണ്ട്? ഞാൻ ആ ചാറ്റ് മുഴുവൻ കണ്ടതല്ലേ. എന്നിട്ടും കിടന്ന് ഉരുളുവാ നീ. മടുത്തു, ഞാൻ ശരിക്കും മടുത്തു. ഇത് വർക്കൗട്ട് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിർത്താം. ലെറ്റ്സ് ബ്രേക്ക് അപ്പ്. പൊയ്ക്കോ, അവളുടെ അടുത്തേക്കല്ലേ. അവള് കാത്തിരിക്കുന്നുണ്ടാവും. പോടാ പോ. പോകാൻ പറഞ്ഞ അപ്പൊ പോവാ. അലക്സ്, നീ ഇല്ലാണ്ട് എനിക്ക് എന്തിനാ നീ എന്നോട് ഇങ്ങനൊക്കെ? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? അലീന പറഞ്ഞല്ലോ, ഇത് ശരിയാകില്ല. എന്ത് ശരിയാവില്ലാന്ന് പറയാൻ. നമ്മൾ തമ്മിൽ അവസാനിപ്പിക്കുക. ഞാനെല്ലാം. ഇനി എനിക്ക് നിന്നെ വേണ്ട. നീ എന്തായി പറയുന്നേ? അങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റുമോ? എന്നെ നിനക്ക് വേണ്ടെന്ന് പറഞ്ഞ വേണ്ട, അത്ര തന്നെ. നോ, നീ വെറുതെ പറയണ്ട. ഇഷാനിയുടെ കാര്യം പറഞ്ഞോണ്ടല്ലേ. ഞാൻ ഇനി പറയില്ല, ഒന്നും പറയില്ല. നീ പറയുന്ന പോലെ നിന്നോളാം. അലക്സ് പ്ലീസ്, സത്യം ചെയ്യ എന്നെ വേണ്ടാന്ന്. സത്യം, എനിക്ക് നിന്നെ വേണ്ട. എങ്ങനെ നിനക്ക് എന്നെ വേണ്ടാന്ന് വെക്കാൻ പറ്റി? ഇത്ര ഈസിയാണോ അത്? നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു, ഒരുപാട്. ഇനി നിന്നെ എനിക്കും കാണണ്ട. നിർത്താം. അലക്സ്, നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല. ആരും നമ്മുടെ അല്ല. സത്യം, ബന്ധങ്ങളെല്ലാം ഫേക്കാണ്. ചുറ്റും ഒരുപാട് പേരുണ്ടാവും, പക്ഷെ ആരും നമ്മുടെ അല്ല. ആരും. എന്താ കൊച്ചേ, ചാകാനാണോ? ആണെങ്കിൽ ഇവിടെ ചാടരുത്. ഇവിടെ ചാടിയ ചാവില്ല, പക്ഷേ പോലീസ് വരും, കേസാവും. ചാവാനാണെങ്കിൽ കുറച്ചുകൂടി നല്ല സ്ഥലം അപ്പുറത്താ. വിദ്യാസാഗർ, അതാണ് എൻ്റെ പേര്. നിന്റെ പേര്? അല്ലെങ്കിലും ചാവാൻ പോകുന്ന ആളുടെ പേരറിഞ്ഞിട്ട് എന്തിനാ? തൽക്കാലം ഞാൻ നിന്നെ അലീന എന്ന് വിളിക്കാം. എന്റെ പേര് എങ്ങനെ അറിയാം? നിങ്ങളോടാ ചോദിച്ചത്. മനസ്സിൽ തോന്നിയൊരു പേര് ഞാനങ്ങ് പറഞ്ഞു, അത്രേ ഉള്ളൂ. അല്ലെങ്കിലും ഈ അലീന എന്ന് പേരുള്ള പെൺകുട്ടികളെല്ലാം ഇത്തിരി എടുത്തിയാട്ടക്കാരികളാണ്. എൻ്റെ മോളുടെ പേരും അലീന എന്നായിരുന്നു.
നിങ്ങളുടെ മോളും എടുത്തുചാട്ടക്കാരിയായിരുന്നോ? അതെ, അവളും നിന്നെ പോലെ ഒരു എടുത്തിയാട്ടക്കാരിയായിരുന്നു. കുറച്ചു നാൾ മുമ്പ് ആ കാണുന്ന പാറക്കെട്ടിൽ നിന്ന് അവളങ്ങ് എടുത്തു ചാടി. ബോഡി പോലും കിട്ടിയില്ല. എങ്കിലും അവളുടെ വരവും കാത്ത് ഞാനിവിടെ സ്ഥിരമുണ്ടാവും. എന്തായാലും മോളിങ് വന്നേ. എന്തിനാ മോളെ ഈ ശ്രമം? ചാവാനായിരുന്നോ അതോ ആരെങ്കിലും പേടിപ്പിക്കാനാണോ? ചാവാൻ. മോളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മ. അമ്മ മാത്രം. അച്ഛൻ? ഞാൻ കുഞ്ഞായിരുന്നപ്പോ തന്നെ. അപ്പൊ അമ്മ കുറച്ച് കഷ്ടപ്പെട്ട് തന്നെയാണ് മോളെ വളർത്തിയത്. മോൾ അമ്മയുടെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്ക്. മരിച്ച് ഡോക്ടർമാർ കീറി മുറിച്ച ശരീരം വെള്ളത്തുണിയിൽ പൊതിഞ്ഞ്. സ്റ്റോപ്പ്! വേണ്ട, പറയണ്ട. ഞാൻ മരിക്കുന്നില്ല. ഇനി ഞാൻ സൂയിസൈഡ് ചെയ്യില്ല. പക്ഷെ എന്റെ എല്ലാം പോയില്ലേ? ഇനി ഞാൻ എങ്ങനെ തിരിച്ച് വീട്ടിൽ പോവും? കടങ്ങൾ, ഒരു ജോലിയില്ലാതെ ഞാൻ എങ്ങനെ? ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു പിടിയില്ല അച്ഛാ. സോറി അങ്കിൾ. മോൾ അച്ഛാന്ന് തന്നെ വിളിച്ചോളൂ. ജീവിതത്തിൽ ഇങ്ങനെ ഒരവസ്ഥ ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല അച്ഛാ. എന്റെ അമ്മയെ ഞാൻ വേദനിപ്പിച്ചു. ഇനി എനിക്ക് എന്റെ അമ്മയ്ക്ക് വേണ്ടി ജീവിക്കണം. ഇപ്പോഴാ അലീനയായത്. സ്വന്തം അമ്മയുടെ വേർപ്പിന്റെ മണമുള്ള നെഞ്ചിൽ മുഖം ചേർത്ത് കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ കിട്ടുന്ന സമാധാനവും സന്തോഷമുണ്ടല്ലോ, അത് വേറെ എവിടെയും കിട്ടില്ല. ശരി അച്ഛാ, ഞാൻ പോവാ. അച്ഛന്റെ നമ്പർ തരാവോ? ഞാൻ ഫോൺ ഉപയോഗിക്കാറില്ല. അപ്പനെ അച്ഛനെ കാണണം തോന്നിയാ എന്ത് ചെയ്യും? ഞാനിവിടെ കാണും എല്ലാ ദിവസവും വൈകുന്നേരം. ശരി അച്ഛാ, ഞാൻ പോവാ. അപ്പൊ മോളുടെ കടങ്ങൾ അതൊക്കെ എങ്ങനെ വീട്ടും? എനിക്കൊന്നും അറിയില്ല അച്ഛാ. കടക്കാരെല്ലാം മുന്നിലുണ്ട്. പക്ഷെ അച്ഛാ, ഞാൻ സൂയിസൈഡ് ചെയ്യില്ല ഇനി. ആ? 10 ലക്ഷം? വേണ്ട, എനിക്കിത് വേണ്ട. മോളെ, നീ ഇത് പിടിക്ക്. ഇനി നീ ജീവിച്ച് കാണിക്കടി. ഒരപേക്ഷയുണ്ട്. അച്ഛൻ്റെ കയ്യിൽ ആകെയുള്ള പണമാണത്. നീ ഇത് നശിപ്പിക്കാതെ നല്ല നിലയിലെത്തണം. എന്ന് നിനക്ക് തിരിച്ചു തരാൻ പറ്റുന്നോ അന്ന് നീ എനിക്ക് തിരിച്ചു തരണം. ഞാൻ വരും അച്ഛാ, ഞാൻ വരും. ഒരു ദിവസം എല്ലാം ശരിയാകും. ഇത് വെറും ഒരു വാക്കല്ല, ഒരു പ്രതീക്ഷയാണ്. നമ്മൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ, ജീവിക്കാൻ തന്നെയുള്ള പ്രതീക്ഷ. എപ്പോഴെങ്കിലും ജീവിതത്തിൽ അതിസങ്കീർണമായ സാഹചര്യങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന സമയം വന്നാൽ ഇത് ഓർക്കുക, ഒരു ദിവസം എല്ലാം ശരിയാകും. ചില നിമിഷങ്ങൾ അങ്ങനെയാണ്. നമ്മുടെ ലോകമായി നമ്മൾ കരുതിയ ചിലർ ഒരു നിമിഷം കൊണ്ട് നമ്മുടെ ആരും അല്ലാതാകുന്നു. എന്നാൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചിലർ ഒരു നിമിഷം കൊണ്ട് നമ്മുടെ ആരൊക്കെയോ ആയി മാറുന്നു. ജീവിതം, ഇതാണ് ജീവിതം.